യുദ്ധം എപ്പോൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അറ്റാക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിനെല്ലാ ഇന്ത്യയുടെ ഇന്ത്യയിലെല്ലാം സജ്ജമാണ്. ഇന്ത്യയിലെ വ്യോമ, നാവിക, കരസേന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം അതിന് സജ്ജമായിട്ട് അതിർത്തിയിൽ വേണ്ട വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ INS ഉൾപ്പെടെ, വിക്രാന്ത് ഉൾപ്പെടെയുള്ള മുങ്ങിക്കപ്പലുകൾ അതിനു വേണ്ടിയുള്ള സജ്ജീകരണം നടത്തിയിട്ടുണ്ട്. നമ്മളെ സൗഹൃദ രാജ്യങ്ങൾ എല്ലാ യുദ്ധവും വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. കാർഗിൽ യുദ്ധത്തിന്റെ സമയത്തായാലും ബാലാക്കോട്ട് ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ സമയത്തായാലും ലോകം അറിഞ്ഞില്ലെന്നുള്ളേയുള്ളൂ. നമ്മളുടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ വിമാനങ്ങൾ പറപ്പിക്കുന്നതിന് വരെ കാർഗിലിന്റെ സമയത്ത് വിമാനങ്ങൾ പറപ്പിക്കുന്നതിന് വേണ്ട പൈലറ്റുമാരെ ഉൾപ്പെടെ അവിടെ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് നേരിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരരെ, അല്ലെങ്കിൽ അതിർത്തി കടന്ന് നമ്മൾ നേരത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ആ സമയത്തും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതേ നിലപാടായിരുന്നു. അവരാണോ ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ആ ഓപ്പറേഷൻ വളരെ കൂടുതലായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. അപ്പം ഏത് സമയത്തും പ്രതിസന്ധി സമയത്ത് കൂടെ നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഇതിന് അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചടിക്ക് തീരുമാനം എടുത്തപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് അഭിനന്ദ് വർത്തമാനെ തിരിച്ചു കൊണ്ടിരുന്നതിനും, അല്ലെങ്കിൽ അന്ന് തിരിച്ചു തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ആണല്ലോ ഈ ഇന്ത്യയുടെ കൂടെ, അല്ലെങ്കിൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ ഫ്ലൈറ്റർ ജെറ്റുകളുമായിട്ട് അതിർത്തിയിൽ വന്ന് തമ്പടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പം യുദ്ധം എപ്പോൾ തുടങ്ങും എന്നുള്ളതല്ല, യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.